പ്രിയമുള്ള മലയാളി പ്രേക്ഷകരെ, ഞാൻ ഗാന്ധിജിയുടെ നീതിശാസ്ത്രം എന്ന പേരിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ പരമ്പരയുടെ 28ാമത്തെ എപ്പിസോഡാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇന്ന് ഈ എപ്പിസോഡിൽ ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയം മെൻസസ് അസോസിയേഷനും എന്ന വിഷയമാണ്. അതിന് കാരണം കേരളത്തിലെ അറുബോറനും അധമനുമായ ഒരു കോടീശ്വരനായ ബോച്ചെ എന്ന് എല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിനും അദ്ദേഹത്തിൻ്റെ ആഭാസത്തരങ്ങൾക്ക് കൊടി പിടിക്കുന്നതുമായ കേരളത്തിൽ ഒരു സംഘടന ഉത്ഭവിച്ചിരുന്നു. ആൾ കേരള മെൻസ് അസോസിയേഷൻ എന്നാണ് വട്ടിയൂർക്കാവ് അജിത് കുമാർ രൂപീകരിച്ച ആ സംഘടന. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂലിപ്പട്ടാളങ്ങളും ഇവിടെ കേരള ജനങ്ങളെ ഭീഷണിപ്പെടുത്തി ഹണി റോസിൻ്റെ വീട്ടിൽ ചെന്ന് പ്രക്ഷോഭങ്ങൾ നടത്തുമെന്നും ഹണി റോസിനെ ചാണകവെള്ളം തളിക്കുമെന്നും ചാണകം എറിയുമെന്നും ഈ ബോച്ചെ എന്ന മനുഷ്യൻ ഈ അധമൻ കാട്ടിക്കൂട്ടിയ ലൈംഗിക പേക്കൂത്തുകളൊക്കെ കണ്ട് സഹിയിട്ട് കോടതി അദ്ദേഹത്തെ പിടിച്ച് ജയിലിലടച്ചപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞങ്ങളവിടെ പോയി പടക്കം പൊട്ടിക്കും, ബോച്ചയെ സ്വീകരിക്കും എന്നൊക്കെ ഗീർവാണം മുഴക്കി കേരളീയരുടെ കയ്യടി നേടി. അതും കേരളീയരിലെ വിവരദോഷികളായ കുറേ ഞരമ്പ് രോഗികളുടെ കയ്യടിയും നേടി ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് നേരെ എറണാകുളത്ത് കാക്കനാട് ജയിലിൻ്റെ ഫ്രണ്ടിലെത്തി മാലപ്പടക്കങ്ങളുമായി ഈ അജിത്തും കൂലിപ്പടയാളികളും കൂടെ ബോച്ചയുടെ കൂലിപ്പടയാളികളും അവിടെ നടത്തിക്കൂട്ടിയ കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഞങ്ങളിവിടെ പടക്കം പൊട്ടിക്കും, പറഞ്ഞാൽ അത് ചെയ്യും, അപ്പടി ചെയ്യും ഇപ്പടി ചെയ്യും, മാങ്ങാ തൊലിയാന്ന് എന്നൊക്കെ കിടന്ന് ഗീർവാണം മുഴക്കി ഒടുവിൽ പോലീസുകാരുടെ എണ്ണം കൂടിയപ്പോൾ സകലവനും ജീവനും കൊണ്ട് ഓടിപ്പോകുക. അങ്ങനെ പട്ടി ചന്തയിൽ പോയതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് കാക്കനാട് വരെ പോയി, എറണാകുളത്ത് കാക്കനാട് വരെ പോയി തിരിച്ചെത്തിയപ്പോഴേക്ക് ഇവൻ്റെയൊക്കെ ഈ മെൻസ് ക്ലബ്ബ് സത്യം പറഞ്ഞ ഹണി റോസ് മാസാമാസം ഒഴുക്കി വിടുന്ന മെൻസസിൽ ഉൾപ്പെട്ട് ഇവനൊക്കെ ഒലിച്ചുപോയി. അതാണ് ഞാൻ മെൻസസ് അസോസിയേഷൻ എന്ന പേര് കൊടുത്തത്. ഹണി റോസിൻ്റെ മെൻസസ് അസോസിയേഷനിൽ ഇവനൊക്കെ ഒലിച്ചു പോയില്ല എന്ന് തെളിയിക്കണമെങ്കിൽ ഇവനൊക്കെ ഒന്ന് തെളിയിച്ചോളൂ. തെളിയിക്കാൻ കഴിവുണ്ടെങ്കിൽ ഈ പുരുഷന്മാർക്കെല്ലാം നീതി വേടിക്കൊടുക്കാനുണ്ടാക്കിയ സംഘടനയാണെന്ന് ഗീർവാണമടിച്ച ഈ വട്ടിയൂർക്കാവ് അജിത് കുമാറിന് ഏതെങ്കിലും വിഷയങ്ങൾ ഇടപെട്ട് അതും തെളിയിക്കാമോ? അല്ലെങ്കിൽ അതിനു മുമ്പ് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ടോ? തിരുവനന്തപുരം KSRTCയിലെ ഒരു ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ട്രാൻസ്പോർട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ സൈഡ് കാണിക്കാനോ മറ്റോ ഒന്ന് കൈ കാണിച്ചപ്പോൾ പതിവ്രതാരത്നമായ തിരുവനന്തപുരം മേയർക്ക് ആ മേയറുടെ ഉള്ളിലേക്ക് ഇടിച്ചു കയറിയ ലൈംഗിക അശ്ലീല മായക്കാഴ്ച, അങ്ങനെ ഒരു മായക്കാഴ്ച അവർക്ക് തോന്നിയതിൻ്റെ പേരിൽ യദുവെന്ന് പറഞ്ഞ ആ പാവപ്പെട്ട ഡ്രൈവറെ ഓടിച്ചിരുന്ന KSRTC വണ്ടി തടഞ്ഞു നിർത്തി മേയറൂട്ടിയും അദ്ദേഹത്തിൻ്റെ ഭർത്താവ് MLAയും കൂടി നടത്തിക്കൂട്ടിയ കോപ്രായങ്ങളും സ്വേച്ഛാധിപത്യവും ഒക്കെ കണ്ട് കേരള ജനത ഞെട്ടി നിന്ന് ആ യദു എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യൻ അവൻ്റെ ജോലി നഷ്ടപ്പെടുത്തി നിരവധി തവണ പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും കയറിയിറങ്ങി ഇപ്പോഴും നീതിക്ക് വേണ്ടി യാചിച്ച് നടക്കുമ്പോൾ അതിനു വേണ്ടി ഒരു ചെറു വിരൽ പോലും അനക്കാതിരുന്നത് ഈ യദു എന്ന് പറഞ്ഞ മനുഷ്യൻ കോടീശ്വരനല്ലാത്തത് കൊണ്ടല്ലേ? അല്ലെന്ന് ഈ വട്ടിയൂർക്കാവ് അജിത് കുമാറിനും തെളിയിക്കാവോ? ഇനിയും ഈ പണക്കാരൻ്റെ ആസനം തേടി താങ്ങി നടക്കുന്ന വട്ടിയൂർക്കാവ് പുതിയ കോടീശ്വരന്മാരുടെ ആസനം താങ്ങി നടക്കാൻ അവസരം പാർത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, താങ്കൾ പറഞ്ഞുവല്ലോ ഇവിടെ ഹണി റോസിനെ അതുപോലുള്ള സ്ത്രീജനങ്ങൾ, ഹണി റോസിനെ ഒറ്റയ്ക്കായി ഞാൻ എടുക്കുന്നില്ല, സ്ത്രീകൾ ശരീരം പ്രദർശിപ്പിക്കുന്നത് കണ്ട് നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ വഴിതെറ്റിപ്പോകുന്നു. എടോ, അല്പമെങ്കിലും സാംസ്കാരിക ഉണ്ടെങ്കിൽ തനിക്കത് പറയാൻ കഴിയുമോ? ഇവിടെ ലൈംഗിക ദാരിദ്ര്യവും അരാജകത്വവും ബാധിച്ച് കഴിഞ്ഞുകൂടുന്ന
ഈ തലമുറയിലെ താങ്കൾ പറയുന്ന തരത്തിൽ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുത്താലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് സാംസ്കാരിക ബോധമുണ്ടെങ്കിൽ താനൊന്ന് ആലോചിച്ച് നോക്കൂ. 10, 25, 30 വയസ്സ് വരെ കല്യാണം കഴിക്കാതെ ഇരിക്കുന്നവൻ ഒരു കല്യാണം കഴിച്ച് ആദ്യമായി ചെന്ന് സ്ത്രീയുടെ ആദ്യമായി പൂർണ്ണമായ നഗ്നത കാണുമ്പോൾ അവൻ എന്താ സംഭവിക്കുക? കാണാത്തത് കാണുമ്പോൾ തോന്നാത്തത് തോന്നുമെന്ന് പറഞ്ഞോണേ. ഒന്നുകിൽ അവൻ അമ്പരപ്പ് തോന്നി, അവന് ഭയവും അവിശ്വാസവും സങ്കടവും സഹിക്കവയ്യാതെ തൻ്റെ പൂർണ്ണ നഗ്നതയായ ഭാര്യയെ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്ക് തന്നെ അവന് സ്ഖലനം സംഭവിച്ച് അവൻ്റെ പണിയായുധം തളർന്നു പോയി വീഴുന്ന അനവധി ഞരമ്പ് രോഗികളാണ് ഈ കേരളത്തിൽ തൻ്റെ സംസ്കാരത്തിൽ വളർന്നു വരുന്നത്. അതുകൊണ്ട് തൻ്റെ ആ സംസ്കാരത്തിനെ കുറിച്ച് നമുക്കൊന്നുകൂടെ ഒന്ന് വിലയിരുത്തി നോക്കാം. അങ്ങനെ കുറേ ഞരമ്പ് രോഗികളെ ഉണ്ടാകുമ്പോൾ സ്വന്തം ഭാര്യയെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ കഴിയാതെ ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരിവിടെ ബുദ്ധിമുട്ടുകയാണ്. മാത്രമല്ല അവൻ്റെയൊക്കെ ഭാര്യമാർ പരപുരുഷ ബന്ധം നടത്തിയാണ് അല്പമെങ്കിലും അവരുടെ കാമശമനത്തിന് ആശ്വാസം കണ്ടെത്തുന്നത്. താനൊക്കെ വളർത്തിയെടുക്കുന്ന കപട സദാചാര പുരുഷന്മാരാണ് ഇങ്ങനെയായിത്തീരുന്നത്. താനും അങ്ങനത്തെ ഒരു രോഗിയാണ്, കാണുമ്പോഴേ അറിയാം. തൻ്റെ രോഗമാണ് ഈ മുടി വളർത്തി നടക്കുക എന്നുള്ളത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രോഗമുണ്ട്. തനിക്ക് അത്തരം ഒരു രോഗിയാണ്. അപ്പോൾ ഈ താന് ആ സത്യങ്ങളൊന്ന് മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് ഈ യുവതലമുറയോട്, വളർന്നു വരുന്ന തൻ്റെ കുഞ്ഞുങ്ങളോടല്ല, അല്ലാതെ വളരുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ, നിങ്ങളൊക്കെ ഒരു 10-15 വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോണുകൾ വളർന്ന് പൂർണ്ണമായ ലൈംഗിക വളർച്ച എത്തിക്കഴിയുമ്പോൾ ഈ വയറുള്ളവന് വിശപ്പ് തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കണമെന്നതുപോലെ തന്നെയാണ് ലൈംഗിക വളർച്ചയെത്തിയ ഒരു പുരുഷനെ സംബന്ധിച്ച് അവന് ലൈംഗികാസ്വാദനം വളരെ അത്യാവശ്യമായ സംഭവമാണ്. സെക്സ് ഭക്ഷണവും വെള്ളവും വായുവും പോലെ തന്നെ ജീവനാവശ്യമായ ഘടകമാണെന്ന് ഇവിടെ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ രാഹുൽ ഈശ്വറിനെയും അതുപോലെ ഈ അജിത്തന്മാരെയും പോലുള്ള കോപ്പന്മാരൊക്കെ മാത്രം അതൊന്നും അറിയില്ല. അതൊന്നും അറിയാത്ത അധമ സംസ്കാരത്തിൽ ഇവർ വളർത്തിയെടുക്കുന്നവരാണ് ക്രിമിനലുകളായും പിടിച്ചുപറിക്കാരായും മറ്റു തരത്തിലും അധാർമികളായി ജയിലുകളിൽ അടയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹം. അത്തരം സമൂഹത്തിൻ്റെ പിടിയിൽ ചെന്ന് വീഴാതെ ലൈംഗിക വളർച്ചയെത്തിയ കുട്ടികളൊക്കെ തന്നെയും ഇത്തരം ലൈംഗികതകൾ, സ്ത്രീകൾ ലൈംഗികത പ്രദർശിപ്പിക്കുന്നതിന് ഒരു ചെറിയ മനഃശാസ്ത്രമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ പുരുഷ കേസരികൾക്ക് യാതൊരു കാരണവശാലും തങ്ങളെ തൃപ്തിപ്പെടുത്താനാവില്ല എന്ന അഹങ്കാര മനോഭാവത്തോടെ നീയൊക്കെ കണ്ട് കൊതിക്കട എന്ന രീതിയിൽ തന്നെയാണ് എല്ലാ സ്ത്രീകളും നഗ്നത പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ അതുകൊണ്ട് സമൂഹത്തിന് വലിയൊരു ഗുണമുണ്ട്. കല്യാണം കഴിക്കുന്നത് വരെ ലൈംഗിക ദാരിദ്ര്യത്തിനും അരാജകത്തിനും അടിമപ്പെട്ട് ജീവിക്കുന്ന നമ്മുടെ പുരുഷന്മാർക്ക് ഇത് കണ്ടെങ്കിലും ലൈംഗികതയെക്കുറിച്ച് അല്പം ഉത്ബോധം ഉണ്ടാവുകയും അവർക്ക് സത്യം പറഞ്ഞാൽ മാസ്റ്റർബേഷൻ അഥവാ സ്വയംഭോഗം നടത്താൻ ഒരു പ്രചോദനമായി തീരുകയും ചെയ്യും. ഈ സ്ത്രീകൾ നഗ്നത പ്രദർശിപ്പിക്കാതെ പർദ്ദ ധരിച്ച് നടന്നാൽ എങ്ങനെയാണ് ഇവർക്ക് സാധ്യമാകുക? പർദ്ദ ധരിച്ച് നടക്കുന്നവരെ സമുദായത്തിലെ പുരുഷന്മാരെല്ലാം അന്യ സമുദായത്തിലെ പെൺകുട്ടികളെ നോക്കി അവരെ പ്രേമിക്കുകയും അവരെ വിവാഹം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. അവർക്ക് ആസ്വദിക്കാൻ, ഈ സമൂഹത്തിലെ പുരുഷന്മാർക്ക് ആസ്വദിക്കാൻ സ്ത്രീകളുടെ ലൈംഗിക പ്രദർശനം അല്ലെങ്കിൽ ശരീര പ്രദർശനം കണ്ടില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇവർ ഈ വട്ടിയൂർക്കാവിനെ പോലെയുള്ള ഞരമ്പ് രോഗികളായിത്തീരും. അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാസ്റ്റർബേഷൻ നടത്താതെയും മറ്റും നിങ്ങൾ കുളത്തിലെ വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ നിങ്ങളുടെ വൃഷ്ണങ്ങളിൽ ശുക്ലം കെട്ടിക്കിടന്നാൽ അതിൽ ബീജങ്ങൾ നഷ്ടപ്പെടുകയും ഭാവിയിൽ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മക്കളുണ്ടാകാതെ വരികയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ അനവധി പേര് ഈ നാട്ടിലുണ്ട്. അതുമാത്രമല്ല, സ്വപ്നസ്ഖലനം, ശീഘ്രസ്ഖലനം തുടങ്ങിയ ലൈംഗിക വികാരങ്ങൾക്ക്
വൈകൃതങ്ങൾക്ക് അടിമപ്പെട്ട് നിങ്ങളുടെ ഭാവി നിങ്ങൾ തുലച്ചു കളയും. ഒരു സ്ത്രീയുടെ മുമ്പിൽ നിങ്ങൾ പൂർണ്ണമായ പരാജിതരാകും. ഇന്ന് ഈ കേരളത്തിൽ 90% പുരുഷന്മാരും സ്ത്രീകളുടെ ലൈംഗികാവേശത്തിന് മുന്നിൽ വെറും പുഴുക്കളെപ്പോലെ പരാജിതരായി ജീവിക്കുന്നവരാണ്. അതിന് കാരണം രാഹുലീശ്വർമാരുടെയും ഈ വട്ടിയൂർക്കാവ് കോപ്പന്മാരുടെയൊക്കെ ചിന്താഗതിയിൽ വളർന്നു വരുന്ന കുട്ടികളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ശേഖരിക്കപ്പെടുന്ന ശുക്ലത്തിൽ ബീജങ്ങൾ നഷ്ടപ്പെടുന്നതും ബീജത്തിന് ബലമില്ലാതെയും ശക്തിയില്ലാതെയും വരുന്നതുകൊണ്ടും മന്ദബുദ്ധികളായും ഡിസേബിലിറ്റീസ്, അതായത് വൈകല്യം ബാധിച്ചുള്ള തലമുറയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. ബുദ്ധിജീവികളെ സൃഷ്ടിക്കണമെങ്കിൽ അവർക്ക് ബുദ്ധിയുള്ള കഴിവുള്ള ശക്തിയുള്ള ബീജം ഉണ്ടാവണം. അതുണ്ടാകണമെങ്കിൽ ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച സമൂഹത്തിൽ കല്യാണത്തിന് മുമ്പ് ലൈംഗികാസ്വാദനത്തിന് യാതൊരു മാർഗമില്ലാതിരിക്കെ എല്ലാ പുരുഷന്മാർക്കും മാസ്റ്റർബേഷനെ അഭയം പ്രാപിക്കേണ്ടി വരും. അതല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുന്നിലില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഈ ഈശ്വർമാരും രാഹുൽ ഈശ്വർമാരും വട്ടിയൂർക്കാവ് കോപ്പന്മാരും പറയുന്ന അധമ സംസ്കാരത്തിലേക്ക് വഴിതെളിച്ചു പോകാതെ നിങ്ങൾ സ്ത്രീകളുടെ ലൈംഗികത എത്രത്തോളം അവരുടെ ശരീര പ്രദർശനത്തിലൂടെ കണ്ടാസ്വദിച്ച് ലൈംഗികമായി എൻജോയ് ചെയ്യാൻ നിങ്ങൾ കഴിയണം. അങ്ങനെ കഴിഞ്ഞുവെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഒരു നല്ല തലമുറ ഉണ്ടാവുകയുള്ളൂ എന്ന സത്യം ഇവിടെ പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതേ വിഷയത്തെക്കുറിച്ച് ഇനിയും ഞാൻ എപ്പിസോഡുകളിൽ തുടരുന്നതാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, എൻ്റെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എൻ്റെ വീഡിയോ പ്രചരിപ്പിക്കണമെന്നും നിങ്ങളോട് ഞാൻ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നമുക്ക് ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥകളെ മാറ്റിമറിച്ച് ഇന്നത്തെ ഈ വ്യവസ്ഥിതിയെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്ത് സത്യവും സ്വാതന്ത്ര്യവും സോഷ്യലിസവും നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിക്ക് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങൾ തയ്യാറെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം ജനങ്ങളെ.